ഹരേ കൃഷ്ണ. ശ്രീരാമൻ പറഞ്ഞുവിട്ട കാര്യങ്ങൾ ഹനുമാൻ സീതാദേവിയോട് പറയുന്ന കഥാഭാഗമാണ് ഞാനിവിടെ പറയുന്നത്. ഈ അന്തരംഗ രഹസ്യം ഉണർത്തിയാൽ ദേവി അടിയനെ വിശ്വസിക്കുമെന്ന് ശ്രീരാമൻ അരുളി ചെയ്തിരിക്കുന്നു. അത് കേട്ട് സീതാദേവിയുടെ മുഖ അരവിന്ദം അർക്കബിംബം പോലെ വികസിച്ചു. അത് കണ്ട് മാരുതി വീണ്ടും തുടർന്നു. ദേവി, ജനകാത്മജേ, മറ്റൊന്നുകൂടി എൻ്റെ സ്വാമി ദേവിയെ അറിയിക്കുവാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞ രാത്രിയിൽ രഥാരൂഢരായി രാജവീഥിയിൽ കൂടി ഘോഷയാത്ര പുറപ്പെട്ടപ്പോൾ അവിടുത്തെ തളിരു പോലെയുള്ള പാദങ്ങളിൽ രാമസ്വാമി തൻ്റെ പാദങ്ങൾ കൊണ്ട് മൃദുവായി തലോടിയത്രേ. ആ സമയത്ത് ഭഗവാന്റെ പാദസ്പർശമേറ്റ അഘാതത്താൽ ദേവിയുടെ പാദങ്ങൾ ചുവന്നു തുടുത്തുവത്രേ. പിന്നൊരിക്കൽ പഞ്ചവടിയിൽ വസിക്കുന്ന കാലത്ത് പകൽ സമയത്തൊരിക്കൽ ശയിച്ചിരുന്ന ദേവിയുടെ പാദങ്ങൾ കല്ലും മുള്ളും തറച്ച് കയറി മുറിവേറ്റിരിക്കുന്നത് കണ്ട ശ്രീരാമൻ ദുഃഖിച്ചു. ഉടനെ ശ്രീരാമൻ ചോദിച്ചു, സീതേ, വിവാഹദിന രാത്രിയിൽ നമ്മുടെ പാദങ്ങൾ കൊണ്ടുള്ള മൃദുവായ തലോടൽ പോലും നിന്റെ മൃദുവായ പാദങ്ങൾക്ക് സഹിക്കാനാവുമായിരുന്നില്ല. അന്ന് വേദന കൊണ്ട് പുളഞ്ഞ നീ ഇപ്പോൾ എങ്ങനെ ഈ വേദന സഹിക്കുന്നു എന്ന് ആശ്ചര്യത്തോട് ചോദിച്ചത് നിങ്ങൾക്ക് ഇരുവർക്കും മാത്രം അറിയാവുന്ന രഹസ്യമാണ്. ആഞ്ജനേയൻ്റെ ഹൃദയമധുരമായ വാക്കുകൾ കേട്ട് ഒരു നിമിഷം സീതാദേവിയുടെ ചിന്തകൾ അയോധ്യയിലും പഞ്ചവടിയിലുമൊക്കെ ഓടി നടന്നു. ആ സംഭവങ്ങൾ ഓർത്തപ്പോൾ സീതാദേവിക്ക് രോമാഞ്ചമുണ്ടായി. ശ്രീരാമദാസനെ കാരുണ്യപൂർവ്വം വീക്ഷിച്ചുകൊണ്ട് ദേവി ഇപ്രകാരം അരുളി ചെയ്തു, അല്ലയോ വായുനന്ദന, ഭവാൻ എൻ്റെ പതിയുടെ വാത്സല്യപാത്രം മാത്രമല്ല, എൻ്റെ ജീവദാതാവ് കൂടിയാണ്. നീ എനിക്ക് പുത്ര സദൃശനാണ്. നിന്റെ ഉള്ളഴിഞ്ഞ ഭക്തിയും നിസ്വാർത്ഥമായ സേവനവും സ്തുതിക്കത്തക്കതാണ്. എൻ്റെ മനസ്സിന് ആഹ്ലാദവും സമാധാനവും ഒക്കെ ഉണ്ടാക്കി തന്ന അങ്ങയെ എങ്ങനെയാണ് ആദരിക്കേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ. അസാമാന്യമായ കർമ്മകുശലതയും ബുദ്ധിശക്തിയുമുള്ള അങ്ങ് മഹാനാണ്. എങ്ങനെയാണ് അങ്ങയോട് നന്ദി പറയേണ്ടതെന്നറിയില്ല. ഇങ്ങനെ ഓരോന്നും പറഞ്ഞു ദേവി വിലപിച്ചു. മാതാവേ, അവിടെ ഇനിയും വിലപിക്കരുത്. അധികം വൈകാതെ ശ്രീരാമസ്വാമി ഇവിടെ എത്തും. ദേവി സമാധാനമായിരിക്കുക. അത് കേട്ട് ജാനകി ചോദിച്ചു, ഹനുമാൻ, നിനക്ക് ജന്മം നൽകിയ മാതാപിതാക്കൾ ആരാണ്? മാതാവേ, അഞ്ജനയും കേസരിയുമാണ് എൻ്റെ മാതാപിതാക്കൾ. ആ ദമ്പതികൾക്ക് വായുദേവൻ്റെ അനുഗ്രഹത്താൽ ജനിച്ച പുത്രനാണ് ഞാൻ. അതിനാൽ ഞാൻ ആഞ്ജനേയനായി. ഹനുമാനെന്നും വായു നന്ദനെന്നും മാരുതി എന്നുമൊക്കെ എനിക്ക് നാമങ്ങളുണ്ട്. ഞാൻ വളർന്നപ്പോൾ സുഗ്രീവൻ്റെ മന്ത്രിയായി. ഹരേ കൃഷ്ണ.